ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലംസിലൂടെ, ചോദ്യങ്ങളിലൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുകയാണ്. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന്, അതേതെല്ലാം അക്കൗണ്ടിലാണ്, അതെങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലിലൊക്കെ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്? മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് അസറ്റുകളെയോ ക്യാപിറ്റലിനെയോ ലയബിലിറ്റിയോ വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കുറക്കുന്നു, അല്ലേ? ഇൻക്രീസ് ഓർ ഡിക്രീസ്. വർധനവുണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് കുറക്കുന്നു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് ഈ അക്കൗണ്ടുകളെ ബാധിക്കുക എന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് കൂടുതൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പരിചയപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളെന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഓരോ ഇടപാടുകളും നിങ്ങൾ പരിചയപ്പെടുക, ആ ഇടപാടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ എഫക്റ്റുകൾ അതെങ്ങനെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റ്സുകളെയും ലയബിലിറ്റികളെയും അതുപോലെ തന്നെ ബാധ്യതകളെയൊക്കെ ക്യാപിറ്റലിനൊക്കെ ബാധിക്കുക എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ വീണ്ടും പുതിയ ഇടപാടുകൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യത്തിൽ 6 ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ ആസ് യൂഷ്വൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh ആൻഡ് ഫർണിച്ചർ ₹10,000. ഇവിടെ സാധാരണ തരുന്ന ട്രാൻസാക്ഷന് വിഭിന്നമായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യമുണ്ട്, അല്ലേ? സാധാരണ ക്യാഷ് മാത്രം കൊണ്ടായിരുന്നു ബിസിനസ് തുടങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ക്യാഷ് മാത്രമായിരുന്നു ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ക്യാഷ് കൂടാതെ വേറൊരു അസറ്റ് കൂടി കൊണ്ടുവരികയാണ്, വിച്ച് ഈസ് ഫർണിച്ചർ. അപ്പോൾ 1 ലക്ഷം രൂപ ക്യാഷും കൊണ്ടുവന്നു, 10,000 രൂപയുടെ ഫർണിച്ചറും കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപ ക്യാഷും കിട്ടി, ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റും 10,000 രൂപ വിലയുള്ള ഫർണിച്ചറും കിട്ടി, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷനിലൂടെ 2 അസറ്റുകൾ ബിസിനസ്സിലേക്ക് വരികയാണ്. ക്യാഷും വരികയാണ്, ഫർണിച്ചറും വരികയാണ്. ഓക്കെ, ഫൈൻ. ഇനി ഇത് ക്യാപിറ്റലിനെ എങ്ങനെ ബാധിക്കാം? സാധാരണ ബിസിനസ് ഓണർ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാഷിനെയും ബാധിക്കും, ക്യാപിറ്റലിനെയും ബാധിക്കും, അല്ലേ? ഫൈൻ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അസറ്റുകളുടെയും അതുപോലെ തന്നെ ക്യാഷിൻ്റെയൊക്കെ ടോട്ടലിനെയാണ്, അല്ലേ? ക്യാഷായിട്ടും കൊണ്ടുവരാം, അസറ്റായിട്ടും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഓക്കെ, അപ്പോൾ മൊത്തം കൊണ്ടുവന്ന തുക എത്രയാണ് ഇവിടെ? 1 ലക്ഷം രൂപ ക്യാഷും കൊണ്ടുവന്നു, 10,000 രൂപ ഫർണിച്ചറും കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ മൊത്തം കൊണ്ടുവന്ന തുക എത്രയാണ്? 1,10,10,000 അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 1,10,10,000. അല്ലെങ്കിൽ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എത്രയായി? 1,10,10,000 അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് ഫർണിച്ചർ. ക്യാഷും കൊണ്ടുവന്നു, ഫർണിച്ചറും കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ 2 അസറ്റ് എഴുതണം, അല്ലേ? അപ്പോൾ നമുക്ക് 2 ഹെഡിങ് വേണം, ഒന്ന് ക്യാഷ് എഴുതാനും രണ്ടാമത്തത് ഫർണിച്ചർ എഴുതാൻ, അല്ലേ? കൂടുതൽ സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ഷോർട്ടായിട്ട് ഫൺ എന്നാണ് എഴുതിയിട്ടുള്ളത്, വിച്ച് മീൻസ് ഫർണിച്ചർ എന്നാണ്. ഓക്കെ, പിന്നീട് ഇപ്പുറത്ത് ക്യാപിറ്റലും വേണം, അല്ലേ? ഓക്കെ, ഇനി എമൗണ്ടുകളായിട്ട് എത്ര രൂപ ക്യാഷ് കൊണ്ടുവന്നു? 1 ലക്ഷം രൂപ ക്യാഷ്. ഫർണിച്ചർ എത്ര രൂപയുടെ? 10,000 രൂപയുടെ ഫർണിച്ചർ. ക്യാപിറ്റൽ മൊത്തം എത്രയാണ്? 1,10,10,000. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹20,000. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലേ? ഓക്കെ, 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് എടുത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാവും, പകരം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും, അല്ലേ? 20,000 രൂപ ക്യാഷ് കുറയുന്നു, ബാങ്കിലെ ബാലൻസ് 20,000 കൂടുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ അസറ്റ് അവിടെ വരികയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു. പുതിയ അസറ്റായിട്ടുള്ള അസറ്റിന് എന്താ പറയുക? ബാങ്ക് ബാലൻസ്, അല്ലേ? ബാങ്ക് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷിൽ 20,000 രൂപ കുറയാണ്, ബാങ്ക് ബാലൻസ് 20,000 കൂടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കുറയാൻ കാരണം? ഈ ക്യാഷ് എടുത്തിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 20,000 കുറഞ്ഞു, ദെൻ ബാങ്കിലെ ബാലൻസ് 20,000 കൂടി. ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാ
അതൊരു എഴുതിയ എല്ലാ ഹെഡിൻ്റെയും ടോട്ടൽ എടുക്കണം അല്ലേ. ആദ്യം ക്യാഷിൻ്റെ എടുക്കുന്നു, 1 ലക്ഷം ഉണ്ടായിരുന്നു, 20,000 കുറഞ്ഞു, 80,000 ഫർണിച്ചർ 10,000 ഉണ്ടായിരുന്നു. പിന്നീട് ഈ ട്രാൻസാക്ഷൻ അതിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ 10,000 അതുപോലെ താഴത്തേക്ക് എടുത്ത് വരുന്നു. ദെൻ ബാങ്ക് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 20,000 കൂടിയിട്ടുണ്ട്. സോ ടോട്ടൽ 20,000. ക്യാപിറ്റലിൽ 1,10,000 തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. സോ 1,10,000. രണ്ട് സൈഡും 1,10,000 തന്നെയാണ് അല്ലേ. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചാൽ നിങ്ങൾക്കറിയാം ക്യാഷും കുറയും, അതുപോലെ തന്നെ ക്യാഷ് കുറയും, സ്റ്റോക്ക് വർദ്ധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ അസറ്റ് അവിടെ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ അത് കാണിക്കാനായിട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു. 25,000 രൂപയുടെ ക്യാഷ് കുറഞ്ഞതായിട്ടും 25,000 രൂപയുടെ സ്റ്റോക്ക് വർദ്ധിച്ചതായിട്ടും നമ്മൾ കാണിക്കുന്നു. വേറെ എവിടെയും എഫക്റ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ചെറിയ ലൈൻ വരക്കുന്നു. പിന്നീടുള്ള ഓരോ ട്രാൻസാക്ഷനും എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ചെയ്യുന്നതിന് മുമ്പ് മുഴുനീള ഒരു വര വരക്കുകയാണ്. ആ വര വരക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ആ വര വരച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവുകയാണ് അല്ലേ. മുമ്പുള്ള ടോട്ടലുമായിട്ട് വേണം ഇപ്പോഴുള്ള എഫക്റ്റ്, ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് നമ്മൾ ടോട്ടലോ അല്ലെങ്കിൽ മൈനസോ ചെയ്യാനായിട്ട്. അപ്പോൾ 80,000 25,000 മൈനസ് ചെയ്യുന്ന സമയത്ത് 55,000. ഫർണിച്ചർ 10,000 തന്നെയാണ്, ബാങ്ക് 20,000, സ്റ്റോക്ക് 25,000, ക്യാപിറ്റൽ 10,000 തന്നെയാണ്. ഓക്കെ, ഫൈൻ. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ, അതും നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. പർച്ചേസർ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് വർദ്ധിക്കും, അതുപോലെ തന്നെ ക്യാഷിലൊരു മാറ്റം ഉണ്ടാവില്ല. എവിടെയാണ്? ക്രെഡിറ്റേഴ്സാണ് അല്ലേ, കൊടുക്കാനുള്ള എമൗണ്ടാണ് വർദ്ധിക്കുക. സോ നമ്മൾ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് 15,000 വർദ്ധിച്ചതായിട്ടും ക്രെഡിറ്റേഴ്സ് 15,000 വർദ്ധിച്ചതായിട്ടും കാണിക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 55,000, ഫർണിച്ചർ 10,000, ബാങ്ക് 20,000, സ്റ്റോക്ക് 40,000, ക്യാപിറ്റൽ 1,10,000, ക്രെഡിറ്റേഴ്സ് 15,000. രണ്ട് സൈഡും 1,20,000 തന്നെയാണ് അല്ലേ. ഓക്കെ, ഓരോ ടോട്ടൽ കഴിഞ്ഞിട്ടും നിങ്ങൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിയാണോ എന്ന് നോക്കേണ്ടതാണ്. ഫൈൻ. ഇനി അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ കമ്മീഷൻ കിട്ടിയതാണ്. കമ്മീഷൻ കിട്ടുക എന്ന് പറയുന്നത് റിസീവ്ഡ് ആണ് അല്ലേ. ഓക്കെ, റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻകമാണ് അല്ലേ. അതേസമയം പെയ്ഡ് കമ്മീഷൻ എന്നാണെങ്കിലോ, കമ്മീഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസും ആണ് അല്ലേ. ഓക്കെ, ഫൈൻ. ഇവിടെ റിസീവ്ഡ് കമ്മീഷൻ കിട്ടുകയാണ്. കമ്മീഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടും. അതുപോലെ തന്നെ ഇൻകം നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം, ഇൻകം ആണെങ്കിൽ അല്ലേ. എക്സ്പെൻസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം, ഇൻകം ആകുമ്പോൾ ക്യാപിറ്റലിന് ആഡ് ചെയ്യും വേണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷിലും ആ 5,000 രൂപ ആഡ് ചെയ്യുന്നു, ക്യാപിറ്റലിലും ആഡ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് 60,000, ഫർണിച്ചർ 10,000, ബാങ്ക് 20,000, സ്റ്റോക്ക് 40,000, ക്യാപിറ്റൽ 1,15,000, ക്രെഡിറ്റേഴ്സ് 15,000. അവസാനത്തെ ട്രാൻസാക്ഷനായിട്ട് പറയുന്നത് പർച്ചേസർ മെഷീനറി എന്നുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ മെഷീനറി എന്ന് പറയുന്ന പുതിയ അസറ്റാണ്. അപ്പോൾ നമ്മൾ ആ പുതിയ അസറ്റ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് എഴുതുന്നു. മെഷീനറി മേടിക്കുമ്പോൾ നമ്മുടെ ക്യാഷ് കുറയുമെന്നും അതുപോലെ തന്നെ മെഷീനറി കൂടുമെന്നും അറിയാം. സോ മെഷീനറി ക്യാഷിൽ 30,000 കുറക്കുന്നു, മെഷീനറിയിൽ 30,000 ആഡ് ചെയ്യുന്നു. വീണ്ടും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 30,000, ഫർണിച്ചർ 10,000, ബാങ്ക് 20,000, സ്റ്റോക്ക് 40,000, മെഷീനറി 30,000, ക്യാപിറ്റൽ 1,15,000, ക്രെഡിറ്റേഴ്സ് 15,000. ഓക്കെ, ടോട്ടൽ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും 1,30,000 എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച പുതിയ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്മീഷനാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ഇടപാട്, അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്യാഷ് മാത്രമല്ല ഒരു ഫർണിച്ചറും കൂടി, പുതിയൊരു അസറ്റ് കൂടി കൊണ്ടുവരികയാണ്, 2 അസറ്റ് കൊണ്ടുവരികയാണ് അല്ലേ. ഓക്കെ, ആ സമയത്ത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അസൈൻമെൻറ്റിലേക്ക് കിടക്കുകയാണ്. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്കിന്ന് 2 അസൈൻമെൻറ്റ് തരും. അതിലാദ്യത്തെ അസൈൻമെൻറ്റാണ് ഇത്. ആ ട്രാൻസാക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹75,000 ആൻഡ് മെഷീനറി ₹25,000. ബിസിനസ് തുടങ്ങി എത്ര ക്യാഷ് കൊണ്ടുവന്നു? 75,000 ക്യാഷും പിന്നെ 25,000 രൂപയുടെ മെഷീനറിയും കൊണ്ടുവന്നു. അപ്പോൾ ക്യാഷ് മാത്രമല്ല 2 അസറ്റ് കൊടുക്കുന്നുണ്ട്, ക്യാഷും കൊടുത്തിട്ടുണ്ട്, മെഷീനറിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. രണ്ടാമത്തേത് പർച്ചേസർ ഫുഡ് ഫോർ ക്രെഡിറ്റ്. കടത്തിന് ഗുഡ്സ് മേടിച്ചതാണ്, സ്റ്റോക്ക് മേടിച്ചതാണ്. എത്ര രൂപയുടെ? 50,000 രൂപയുടെ. ഫൈൻ. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് റെൻറ്റ് ₹10,000. വാടക 20,000 രൂപ കിട്ടി. എക്സ്പെൻസ് ആണോ ഇൻകമാണോ? റിസീവ്ഡ് ആണല്ലേ, കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇൻകമാണ്. അതേസമയം പെയ്ഡ് റെൻറ്റ് എന്ന് പറയുകയാണെങ്കിലോ
വാടക കൊടുത്തു എന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ അത് എക്സ്പെൻസാണ് അല്ലേ. ഇവിടെ ഇൻകമാണ്. അപ്പോൾ നിങ്ങൾ ക്യാഷ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ക്യാപിറ്റലും ആഡ് ചെയ്യണം. നാലാമത്തെ ട്രാൻസാക്ഷൻ, അതൊരു പുതിയ ട്രാൻസാക്ഷനാണ്, ഇതുവരെ നിങ്ങൾ പരിചയപ്പെടാത്ത ഒരു ട്രാൻസാക്ഷനാണ്. ശ്രദ്ധിക്കുക. പെയ്ഡ് ക്യാഷ് ടു ക്രെഡിറ്റേഴ്സ് 40,000. പെയ്ഡ് ക്യാഷ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു. എത്ര കൊടുത്തു? 40,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനാണത്. രണ്ടാമത്തെ ഇടപാടിൽ കടത്തിന് സാധനം മേടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 50,000 രൂപ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്, കടമുണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? ഓക്കെ. ആ 50,000 രൂപ കടം കൊടുക്കാനുള്ള ആൾക്കാർക്ക് നാലാമത്തെ ട്രാൻസാക്ഷനായിട്ട് പറയുകയാണ് 40,000 രൂപ ക്യാഷ് കൊടുത്തു. പെയ്ഡ് ക്യാഷ് ടു ക്രെഡിറ്റേഴ്സ്. എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ്? ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കുറയും അല്ലേ. ഓക്കെ, ക്യാഷിൽ നിങ്ങൾ അത് മൈനസ് ചെയ്യണം. പിന്നെയോ ക്യാഷും കുറയും, നിങ്ങളെ ക്രെഡിറ്റേഴ്സും കുറയും അല്ലേ. കൊടുക്കാനുള്ള എമൗണ്ടും കുറയില്ലേ. 50 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അവർക്ക് 40,000 കൊടുത്താൽ അത്രയും കുറയില്ല, പിന്നെ ബാക്കി 10,000 കാണാൻ പാടുള്ളൂ, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ക്യാഷും കുറയും, പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള ക്യാഷ് അതും കുറയും. ഓക്കെ, 40,000 രൂപ ക്യാഷിലും കുറക്കുക, 40,000 രൂപ ക്രെഡിറ്റേഴ്സിലും കുറക്കുക. അവസാനത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് സാലറിയാണ്, ശമ്പളം കൊടുത്തതാണ്. ശമ്പളം കൊടുക്കുക എന്ന് പറയുന്ന എക്സ്പെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എത്രയാണ്? 15,000 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാവും, ക്യാപിറ്റലും കുറവ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. എന്താണത്? സെയിൽസ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, റവന്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 99% വരുമാനം എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ആണ് അല്ലേ. ഓക്കെ, ആ സെയിൽസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ഇതുവരെ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനിലും പരിചയപ്പെട്ടിട്ടില്ല. ഓക്കെ, അതിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണത് അല്ലേ. ഓക്കെ, അപ്പോൾ സെയിൽസ് പരിചയപ്പെടാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വിൽക്കുന്നത്? ഗുഡ്സാണ് അല്ലേ. സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത്, ഗുഡ്സിനെയാണ് വിൽക്കുന്നത് അല്ലേ. ഓക്കെ, അത് വിൽക്കുന്ന സമയത്ത് 50,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ, 50,000 രൂപക്ക് സെയിൽസ് നടത്തി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? ആദ്യത്തെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിലായിരിക്കും അല്ലേ. ക്യാഷിനാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ. വിൽപ്പന നടത്തുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സെയിൽസ് നടത്തുകയാണ്, എന്തെങ്കിലും ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ വിറ്റ് നമുക്ക് ക്യാഷ് ലഭിക്കും അല്ലേ. ഇനി അതല്ല കടത്തിനാണ് വിൽക്കുന്നതെങ്കിലോ, അപ്പോൾ ക്യാഷ് അല്ല ഡെപ്റ്റേഴ്സാണ് ഉണ്ടാവുക. രണ്ടും അസറ്റ് തന്നെയാണ് അല്ലേ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാനുള്ള ക്യാഷ്. ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ളതാണെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കിട്ടാനുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സെയിൽസ് നടക്കുമ്പോൾ ആദ്യത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ക്യാഷ് ലഭിക്കും, ക്യാഷിനാണെങ്കിൽ, അതല്ല കടത്തിനാണെങ്കിലോ കിട്ടാനുള്ള ക്യാഷ് ഉണ്ടാവും അല്ലേ. ഡെപ്റ്റേഴ്സ് വർദ്ധിക്കും. അപ്പോൾ ക്യാഷ് വർദ്ധിക്കും അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വർദ്ധിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? സ്റ്റോക്കിലാണ് അല്ലേ. ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വർദ്ധിക്കും, ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുകയുള്ളൂ, ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്. ക്യാഷിനാണ് വിൽക്കുന്നതെങ്കിൽ ക്യാഷ് വർദ്ധിക്കും, കടത്തിനാണെങ്കിൽ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഇനി സ്റ്റോക്കിന് എന്ത് സംഭവിക്കും? വിൽപ്പന നടത്തുമ്പോൾ എന്താ വിൽക്കുന്നത്? ഗുഡ്സാണ് വിൽക്കുന്നത് അല്ലേ. അത്രയും വാല്യൂൻ്റെ ഗുഡ്സ് കുറയും അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എഫക്റ്റ് എവിടെയാണ്? സ്റ്റോക്കിലാണ് ഉണ്ടാവുക. ഇതുകൂടാതെ മൂന്നാമതൊരു എഫക്റ്റ് കൂടിയുണ്ട്, അതാണ് ഈ ട്രാൻസാക്ഷൻ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചത് അല്ലേ. നമ്മൾ സാധനങ്ങൾ വിൽക്കൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വാങ്ങിയ അതേ വിലയിൽ തന്നെ നമ്മൾ വിൽക്കുമോ? ഇല്ല, അവിടെ ലാഭം ഉണ്ടാവും അല്ലേ. ഓക്കെ, ആ ലാഭം ഉണ്ടെങ്കിൽ അത് നമ്മളെവിടെ കാണിക്കണം? ക്യാപിറ്റലിലും കാണിക്കണം. നഷ്ടമാണെങ്കിൽ അതും ക്യാപിറ്റലിൽ കാണിക്കണം. ലാഭമാണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം, നഷ്ടമാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഫോർ ₹50,000. 50,000 രൂപക്ക് സാധനങ്ങൾ വിറ്റു എന്ന് കരുതുക, ക്യാഷിന് വിറ്റു അങ്ങനെ കരുതുക. ഓക്കെ, കോസ്റ്റിംഗ് ₹40,000. 50,000 രൂപക്ക് സാധനം വിറ്റപ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ടാവും അല്ലേ. എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില, ആ വാങ്ങിയ വിലയിലാണ് നമ്മൾ സ്റ്റോക്ക് രേഖപ്പെടുത്തുക, ശരിയല്ലേ. ഓക്കെ, നമ്മൾ 40,000 രൂപക്ക് മേടിച്ച സാധനമായിരുന്നു, അത് നമ്മൾ 50,000 രൂപക്ക് വിറ്റു.
അങ്ങനെയാണ് വിൽപ്പന നടക്കുക അല്ലേ? വാങ്ങി അതേ വിലക്ക് വിൽക്കുമോ? ഇല്ല. ഫൈൻ. അപ്പോൾ നമുക്ക് ക്യാഷിനാണ് വിറ്റതെങ്കിൽ നമുക്ക് എത്ര രൂപ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും? 50,000 രൂപ. വിറ്റത് എത്ര രൂപക്കാണ്? 50,000 രൂപക്കാണ് അല്ലേ? സോ 50,000 രൂപ ക്യാഷ് കിട്ടി. ഇനി കടത്തിലാണെങ്കിൽ 50,000 രൂപ കിട്ടാനുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. എത്ര രൂപ സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ടാവും? 50,000 രൂപക്ക് വിറ്റെങ്കിലും പക്ഷെ അത് എത്ര രൂപയുടെ സാധനമാണ് നമ്മൾ 50,000 രൂപക്ക് വിറ്റത്? 40,000 രൂപക്കാണ് അല്ലേ? അപ്പോൾ സ്റ്റോക്കിൽ എത്ര രൂപയെ കുറവ് വരുള്ളൂ? 40,000 രൂപയുടെ സ്റ്റോക്കേ കുറവ് വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 50,000 രൂപ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്കിൽ എത്ര കുറവ് വന്നിട്ടുള്ളൂ? 40,000. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ലാഭം അല്ലേ? ഇവിടെ എത്ര ലാഭം ഉണ്ടായിട്ടുണ്ട്? 40,000 രൂപ വിലയുള്ള സാധനങ്ങൾ 50,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പ്രോഫിറ്റ് 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 എഫക്റ്റുകളാണ് അല്ലേ? ഒന്ന്, എത്ര രൂപക്കാണ് വിറ്റത്, അത് ക്യാഷിനാണെങ്കിൽ ക്യാഷിൽ, അല്ലെങ്കിൽ കടത്തിനാണെങ്കിൽ ഡെപ്റ്റേഴ്സിൽ. ഓക്കെ, ഇനി എത്ര രൂപയുടെ സാധനമാണോ വിറ്റത് അത്രയും വാല്യൂ നമ്മൾ സ്റ്റോക്കിൽ കുറക്കണം. ലാഭമുണ്ടെങ്കിൽ ആ ലാഭം ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. ഇനി നഷ്ടത്തിനാണ് വിറ്റത് നോക്കുക. അങ്ങനെയാണെങ്കിലോ, ഉദാഹരണമായിട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ₹35,000. 35,000 രൂപക്കാണ് വിറ്റത്. സാധനങ്ങളുടെ വില എത്ര ഉണ്ടായിരുന്നു? 40,000 ആയിരുന്നു. അപ്പോൾ 40,000 രൂപ വിലയുള്ള സാധനങ്ങൾ 35,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എത്ര നഷ്ടം ഉണ്ടായി? 5,000 ഉണ്ടായി അല്ലേ? ഈ ഒരു കേസിൽ എങ്ങനെയാണ്? നമുക്ക് ക്യാഷായിട്ട് എത്ര കിട്ടിയിട്ടുള്ളൂ? എത്ര രൂപക്കാണ് വിറ്റത്? 35,000 അല്ലേ? പക്ഷേ സ്റ്റോക്ക് എത്ര കുറഞ്ഞു? 40,000 അല്ലേ? ഇവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നഷ്ടം നമ്മൾ 5,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. നഷ്ടത്തിൻ്റെ കേസ് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും ഉണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത് ലാഭത്തിൻ്റെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര രൂപക്കാണോ വിറ്റത് അത്രയും ക്യാഷിൽ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൽ കാണിക്കുക. എത്ര രൂപയുടെ സ്റ്റോക്കാണോ വിൽപ്പന നടത്തിയത് അത് സ്റ്റോക്കിൽ നിന്ന് മൈനസ് ചെയ്യുക. ലാഭം ക്യാപിറ്റലിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ അടങ്ങിയൊരു ചോദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. അവിടെ 6 ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് പരിചയപ്പെടുകയും അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് കൂടി മനസ്സിലാക്കാം. ആദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh ആൻഡ് ഗുഡ്സ് ₹25,000. ബിസിനസ് തുടങ്ങി. എത്ര രൂപ ക്യാഷ്? 1,00,000 രൂപ ക്യാഷും പിന്നെ ഗുഡ്സ് 25,000. അപ്പോൾ ഇവിടെ ക്യാഷും കൊടുത്തിട്ടുണ്ട്, ഗുഡ്സാണ് കൊടുക്കുന്നത് അല്ലേ? അയാളുടെ കയ്യിൽ കുറച്ച് ഗുഡ്സ് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് ഗുഡ്സ് എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് ക്യാഷിൻ്റെയും ഹെഡിങ് വേണം, ഗുഡ്സ് അല്ലേ? ഒന്നെങ്കിൽ ഗുഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് എഴുതാം. ക്യാഷും സ്റ്റോക്കും പിന്നീട് ക്യാപിറ്റലും. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്യാഷായിട്ട് 1,00,000 രൂപ, സ്റ്റോക്കായിട്ട് 25,000, ടോട്ടൽ 1,25,000 ക്യാപിറ്റൽ. ഓക്കെ, ഫൈൻ. രണ്ടാമത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹20,000. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു. നിങ്ങൾക്കറിയുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ ക്യാഷ് കുറയുന്നു, ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയ അസറ്റ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. എന്നിട്ട് നിങ്ങൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 80,000, സ്റ്റോക്ക് 25,000, ഫർണിച്ചർ 20,000, ക്യാപിറ്റൽ 1,25,000. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹35,000. 35,000 രൂപ കൊടുത്ത് ഗുഡ്സ് ക്യാഷിന് മേടിച്ചു. നിങ്ങൾക്കറിയുന്ന ട്രാൻസാക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് കുറയുന്നു, സ്റ്റോക്ക് വർദ്ധിക്കുന്നു. വേറെ എവിടെയും എഫക്റ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് ലൈൻ വരക്കുന്നു. വീണ്ടും ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 45,000, സ്റ്റോക്ക് 60,000, ഫർണിച്ചർ 20,000, ക്യാപിറ്റൽ 1,25,000. നാലാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടത്തിന് സാധനം മേടിക്കുകയാണ് അല്ലേ? അപ്പോൾ സ്റ്റോക്കും വർദ്ധിക്കുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റിയും വർദ്ധിക്കുന്നു അല്ലേ? സ്റ്റോക്ക് 25,000, ക്രെഡിറ്റേഴ്സ് 25,000. വീണ്ടും ടോട്ടൽ ചെയ്യാണ്. ക്യാഷ് 45,000, സ്റ്റോക്ക് 85,000, ഫർണിച്ചർ 20,000, ക്യാപിറ്റൽ 1,25,000, ക്രെഡിറ്റേഴ്സ് 25,000. രണ്ട് സൈഡും 1,50,000. ഓക്കെ, ഫൈൻ. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷനാണ്. കമ്മീഷൻ കിട്ടിയതാണ്. അപ്പോൾ കമ്മീഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇൻകമാണ്, ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലേ? അപ്പോൾ ക്യാഷ് വർദ്ധിച്ചിട്ടുണ്ട്, ക്യാപിറ്റലും നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് 5,000. വീണ്ടും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാഷ് 50,000 സ്റ്റോക്ക് 85,000, ഫർണിച്ചർ 20,000, ക്യാപിറ്റൽ 1,30,000, ക്രെഡിറ്റേഴ്സ് 25,000. ഓക്കെ, ഇനി അവസാനത്തെ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹25,000 ഫോർ ₹35,000. ശ്രദ്ധിക്കുക, സോൾഡ് ഗുഡ്സ് വിൽപ്പന നടത്തി, കോസ്റ്റിംഗ് ₹25,000. 25,000 രൂപ വിലയുള്ളത്
₹35,000. എത്ര രൂപക്കാണ് വിറ്റത്? 35,000. എത്രയാണ് കോസ്റ്റ്? നമ്മൾ വാങ്ങിയ വില എത്രയാണ്? 25,000. വിറ്റത് എത്രയ്ക്കാണ്? 35,000 അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷൻ എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് 35,000 രൂപ കൂടി, 35,000 രൂപക്കാണ് വിറ്റത് അല്ലേ? ഓക്കെ. സ്റ്റോക്ക് 25,000 രൂപ കുറഞ്ഞു. എത്ര ലാഭമുണ്ട്? 35,000 25,000 കുറച്ചാൽ 10,000 ലാഭമുണ്ട്. അത് നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുകയും വേണം. ഒന്നുകൂടി പറയാണ്, 25,000 രൂപ കോസ്റ്റിംഗ് ₹25,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്, നമുക്ക് ചിലവായ തുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയത് 25,000 ആണ്. 25,000 രൂപ വിലയുള്ളത് എത്ര രൂപക്കാണ് വിറ്റത്? ₹35,000. 35,000 രൂപക്കാണ് വിറ്റത് അല്ലേ? അപ്പോൾ നമുക്ക് ക്യാഷായിട്ട് കിട്ടിയത് എത്രയാണ്? 35,000. നമ്മുടെ സ്റ്റോക്ക് എത്ര രൂപയുടേതാണ് കുറഞ്ഞത്? 25,000 രൂപയുടെ സാധനമാണ് വിറ്റത് അല്ലേ? ഓക്കെ. സ്റ്റോക്ക് 25,000 കുറഞ്ഞു. ഫൈൻ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, 35,000 രൂപയ്ക്ക് വിറ്റു, 25,000 രൂപയുടെ സാധനം എന്ന് പറയുമ്പോൾ 10,000 രൂപ ലാഭമാണ്. അത് നമ്മൾ എവിടെ ആഡ് ചെയ്തു? ലാഭം ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ ക്യാഷ് 85,000, സ്റ്റോക്ക് 60,000, ഫർണിച്ചർ 20,000, ക്യാപിറ്റൽ 1,40,000, ക്രെഡിറ്റേഴ്സ് 25,000. നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,65,000 കിട്ടുന്നതായിട്ട് കാണാം. രണ്ട് സൈഡും ടാലിഡ് ആണ് അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ അസൈൻമെൻറ്റ്, രണ്ടാമത്തെ അസൈൻമെൻറ്റ്, രണ്ടും ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് പിന്നീട് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഏരിയ വരുന്ന സമയത്ത് കാര്യങ്ങൾ എളുപ്പമാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പോൾ ഈ രണ്ട് ചോദ്യവും ചെയ്തിട്ട് നിങ്ങൾ നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത 2 ചോദ്യങ്ങളുണ്ട് അല്ലേ? ഇല്ലസ്ട്രേഷൻ ചെയ്ത 2 ചോദ്യങ്ങളുണ്ട്. അതും നിങ്ങൾ അതുപോലെ തന്നെ നോട്ടിൽ പകർത്തേണ്ടതാണ്. വെറുതെ നോട്ടിലേക്ക് പകർത്തുകയല്ല, ആ ചോദ്യം എഴുതി നിങ്ങൾ സ്വയം ആ ഉത്തരം എഴുതി നോക്കുകയും പിന്നീട് അത് ശരിയാണോ എന്ന് ഈ വീഡിയോയിലൂടെ കാണേണ്ടതുമാണ്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിൽ ഓരോ ട്രാൻസാക്ഷൻ ഞാൻ വായിക്കാം. ആദ്യം കമൻസർ ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. നിങ്ങൾക്കറിയാവുന്ന ട്രാൻസാക്ഷനാണ്. ബിസിനസ് 50,000 വെച്ച് തുടങ്ങി. പർച്ചേസർ ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്, കടത്തിന് 50,000 രൂപയുടെ സാധനം മേടിച്ചു. ദെൻ പെയ്ഡ് സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. 17,000 രൂപയുടെ സാലറി കൊടുത്തു. പിന്നെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, 25,000 രൂപക്ക് സാധനം വിറ്റു. എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുന്ന കോസ്റ്റ് എത്രയാണ് അതിൻ്റെ? 18,000 രൂപ. ഓക്കെ. അപ്പോൾ 18,000 രൂപയുടെ സാധനം എത്ര രൂപക്ക് വിറ്റു? 25,000 രൂപക്ക് വിറ്റു. അവസാനത്തെ ട്രാൻസാക്ഷൻ പർച്ചേസർ ഫർണിച്ചർ ഫോർ ₹10,000. 10,000 രൂപക്ക് ക്യാഷ് കൊടുത്ത് ഫർണിച്ചറും മേടിച്ചു. ഓക്കെ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.